അപ്പൊ ഇന്ന് എന്നോടുള്ളത് പാലക്കാട് നഗരസഭ 33-ാം സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി അബ്ദുൽ അസീസ് ആണ്. അപ്പോൾ ആളോടൊന്ന് ചോദിക്കാം. നമസ്കാരം. അപ്പൊ എന്തൊക്കെ പദ്ധതികളാണ് താങ്കളുടെ മനസ്സിലുള്ളത് വാർഡിന് വേണ്ടിയിട്ട്? പദ്ധതികൾ എന്ന് പറയുമ്പോ ഒരു വാർഡിന്റെ വികസനം മാത്രമല്ലല്ലോ ലക്ഷ്യം. ഒരു നാടിന്റെയും നഗരത്തിന്റെയും സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം പാലക്കാട് നഗരസഭയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് 2015 തെരഞ്ഞെടുപ്പിൽ അത് കൈമോശം വന്നുപോയി. അപ്പോ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിൽ ഈ അധികാരം അകപ്പെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പാലക്കാട് നഗരസഭയിലെ മുഴുവൻ വോട്ടർമാരുടെയും ആദ്യ ഉത്തരവാദിത്തം. അതിനുശേഷം നല്ലൊരു ഭരണ സംവിധാനം വന്നാൽ മാത്രമേ വാർഡുകളിൽ വികസനം ഉണ്ടാവുള്ളൂ, നഗരത്തിൽ വികസനം ഉണ്ടാവുള്ളൂ. വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതില് BJP ഭരണം ഇവിടെ അവസാനിക്കണം, അതിൽ യാതൊരു സംശയമില്ല. അവർക്ക് 2 തവണ തുടർച്ചയായി പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കാര്യത്തിൽ കൃത്യവില ഒരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആദ്യ ചെയർമാനായിരുന്ന പ്രിയ അജയനെ മാറ്റി വീണ്ടും അവര് പ്രമീള ശശിധരൻ വന്നു. അതിനു മുമ്പും ഉണ്ടായിട്ട് അവർ തമ്മിലൊരു കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. തമ്മിത്തല്ല്, അഴിമതി, ഇതിലേക്കുള്ള പ്രാധാന്യമാണ് ജനങ്ങൾ നൽകിയത്. ആയതുകൊണ്ട് അവരിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വന്നിരിക്കുന്നു. ആ വീഴ്ച ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കൃത്യമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നതിന് ആദ്യം BJPയെ തുടർ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നല്ലൊരു ഭരണ സംവിധാനം ഇവിടെ വന്നാൽ മാത്രമേ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള വികസനം നടക്കുകയുള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതേപോലെ തന്നെ വാർഡിൽ പാലക്കാട് തനത് ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി അത് വീഴ്ച വന്നിരിക്കുന്നു. തനത് ഫണ്ട് ഉണ്ടാക്കേണ്ടതും അത് ചെലവഴിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളാണ്. അവർക്ക് വീഴ്ച വന്നിരിക്കുന്നു. ഇവിടെ പഞ്ചായത്ത് രാജ് ആക്ട് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി 1995 മുതൽ മഹാത്മാഗാന്ധി കണ്ട സ്വപ്നം രാജീവ് ഗാന്ധിയിലൂടെ ഇവിടെ പ്രാവർത്തികമായ 1995 പഞ്ചായത്ത് രാജ് ആക്ട് എത്ര കണ്ട് നമ്മുടെ പാലക്കാട് നഗരസഭയിൽ പ്രായോഗികമായി എന്നുള്ളതിനെ കുറിച്ചും ജനങ്ങൾക്ക് സംശയമുണ്ട്. ഇതെല്ലാം സംവിധാനത്തിലും കൂടി നല്ലൊരു ഭരണ സംവിധാനം പാലക്കാട് ഉണ്ടാകണം. അതിലേക്ക് വേണ്ടി ഈ 33-ാം വാർഡിലെ വോട്ടർമാർ അവർ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. അതിനനുസരിച്ചായിരിക്കും പാലക്കാട് നഗരഭരണ സംവിധാനം ഉണ്ടാവുക. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവിധ വിജയം. താങ്ക് യു.